അച്ഛനെ എത്തോട്ട് വന്നോട്ടാ. വന്ന മുതല് നേരത്തിനുള്ള ചായ കുടിക്കേണ്ട സമയം എന്നിട്ടാണോ നീ പണിക്ക് വരുന്നത്? ശരി, ഇന്ന് ലീവ് വേണട്ടോ. ലീവൊന്നുമില്ല. അച്ഛനെ അന്തിക്കാട് വീറച്ച് പോണെങ്കി ഞാൻ തന്നെ വേണ്ട സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറക്കാൻ പാടില്ലേ. ശരി, ലീവ് എടുത്തോ. വിത്തൗട്ട് രമേശൻ 10 മണിക്കാ വന്നത്. ഇത് നീരുന്ന് ഉറങ്ങാണ പണിയെടുക്കാണ്ട്. ആശാനെ ഇന്ന് ലീവ് വേണട്ടാ. ഇന്നലെ അല്ലേ നീ ലീവ് എടുത്ത രമേശ? ഇന്ന് ഞാൻ നിനക്ക് ലീവ് തരില്ല. ആശാൻ ഇന്നലെ ഇവിടെ ചങ്കിന്റെ മാമന്റെ മുകളിലെ ഉണ്ണിയുടെ പിറന്നാളായിരുന്നു. ഒരു പങ്കടിയുള്ള തീരുമാനമാണ് വെച്ചാ. പക്ഷെ 6 അടിച്ച് കാലിൽ പോക്കാൻ പറ്റില്ല ആശാന. ഇന്ന് ലീവ് വേണം. ആശാനെ കുറച്ച് മോര് വേണം കേട്ടോ. ഇന്ന് നീ പൊക്കോ. നാളെ വന്നില്ലെങ്കിൽ നീ വിവരം അറിയും രമേശ. ആരന്റെ തേച്ച് തേക്കാൻ അറിയാത്തവരാണ് പണിക്കൊണ്ടിരുന്നത്. വിത്തൗട്ട് രമേശൻ നല്ല തേപ്പുകാരനാ. ഇവന് തേക്കാനൊന്നും അറിയില്ലേ? രമേശൻ തേക്കാറില്ലെന്നാ. ശാലിമാള് സന്ധ്യയാണ്. ഇവളുമാരൊക്കെ രമേശൻ തേച്ചാണ്. അല്ല പിന്നെ മുതലാളെന്ന് രമേശൻ നോക്കില്ലേട്ടാ. ആശാനെ ഇന്ന് ലീവ് വേണം. ലീവാ? ആ, ഞങ്ങളുടെ ചങ്ങിനാരുണ്ടല്ലേ ചോദിക്കണം. വിത്തൗട്ട് രമേശ നീ തമാശ കളിക്കില്ലട്ടാ. ആശാനെ ഇത് വിട്ടുകൊടുക്കാൻ പറ്റില്ലേ? നമ്മുടെ ചങ്കന്റെ കേസിന് പണിക്കും. പിന്നെ ആശാനെ കുറച്ച് ബംഗാളികൾ കേട്ടോ തല്ലാൻ പോലെ ഒരാൾ ബലത്തിന് വേണ്ടിട്ട് പോയ രമേശ. കേരളം ബംഗാളായി മാറുന്നു. ബംഗാളികളെ പണിക്ക് വിളിച്ചാൽ മതിയായിരുന്നു.